നമസ്കാരം, എല്ലാവർക്കും സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് സ്പോട്ട്ലൈറ്റ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വർക്ക് പ്രഷർ അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ജോബ് സ്ട്രെസ് എന്നൊക്കെ കോമൺലി പറയുന്ന ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തെ ആണ് ഇന്ന് സ്പോട്ട്ലൈറ്റ് അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ജോലി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും തന്നെ ഓരോ സബ്ജക്ട്സുകൾ എടുത്ത് പഠിക്കുന്നതും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതും ഒക്കെ ജോബ് എന്നൊരു പെർസ്പെക്റ്റീവിൽ തന്നെയാണ്. അങ്ങനെ ഒരു ജോബിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ പല സമയത്തും പല ആൾക്കാരും അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പാതി വഴിയിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റു ജോബിലേക്ക് സഡൻ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നവരുമുണ്ട്. ഇങ്ങനെ വരുന്ന ചില സാഹചര്യങ്ങളിൽ നമ്മൾ കൃത്യമായ രീതിയിൽ ചിന്തിച്ച് വേണം ഇനിയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജോബിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. പലപ്പോഴും ഒരു ജോലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കോളേജ് കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന രീതിയിൽ ചിന്തിക്കാറുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ ആ രീതിയിൽ ചിന്തിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ ചെന്ന് നമ്മൾ ചാടുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോബ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ പോകുന്നുണ്ട്. പലപ്പോഴും പല കമ്പനീസും കോളേജസ് ചെന്ന് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് കുട്ടികളെ എടുക്കുന്ന സമയത്ത് അവരെ കൊണ്ട് ഓവറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് പതിവ്. അതൊരു കോമൺ ഫാക്ടർ ആയിട്ട് നമ്മുടെ നാട്ടിൽ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾക്ക് ഈ പറയുന്ന ആ ഒരു വർക്ക് പ്രഷറോ കാര്യങ്ങളോ ഒന്നും താങ്ങാൻ പറ്റാതെ വരികയും അവര് പലപ്പോഴും വീടുകളിൽ ആശ്രയിക്കുക അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് ചെന്ന് പറയാണ് എനിക്ക് ഇന്ന ഒരു പ്രശ്നമുണ്ട്, ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കോമൺലി നമ്മൾ അറിയാണ്ട് പോലും പറഞ്ഞു പോവാറുണ്ട്. ഇതൊക്കെ എല്ലാ ജോലിയിലും സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ പ്രഷറിനെയൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്തു പോവാറുമുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം അന്ന എന്ന പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം പലരും ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് തുറന്ന് പറഞ്ഞിട്ടുള്ള പലരുമുണ്ട്. എൻ്റെ അടുത്ത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ഇന്ന വർക്ക് ഫീൽഡിൽ ഇന്ന പ്രഷറുകൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോബ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സൂപ്പർവൈസേഴ്സ് ഓവറായിട്ട് പണി എടുപ്പിക്കാറുണ്ട്. ഈവൻ കുട്ടികൾ പോലും കോളേജിൽ പഠിക്കുന്ന പല കുട്ടികളും പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓവറായിട്ട് ഞങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന അസൈൻമെന്റ്സ് ആണെങ്കിലും ഒക്കെ ഓവർലോഡ് ചെയ്യുന്നു. ഈ പർട്ടിക്കുലർ സംഭവത്തെ തന്നെ കോട്ട് ചെയ്ത് ഒരു പ്രൊഫസർ പറഞ്ഞ ഒരു കാര്യം ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, നിങ്ങളെ ഇങ്ങനെ ഓവർ ടൈം ചെയ്യിപ്പിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യിക്കുന്നത് ജോബിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതത്ര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഈ പർട്ടിക്കുലർ ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്ന കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാതെ പോലെ അവർ സ്ലീപ്പ് വരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ അത്രമാത്രം വർക്ക് ലോഡ് കൊടുത്തിട്ട് അതിനുശേഷമാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാരന്റ് എന്ന രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞ് ഓവറായിട്ട് വർക്ക് ചെയ്തതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവന് കൃത്യമായ രീതിയിൽ ഒരു സ്ലീപ്പ് പാറ്റേൺ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിൽ ഉറങ്ങാനൊരു സമയം കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റണം. അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതൊന്നും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഒരു ഗെയിനും നമുക്ക് നേടിത്തരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ബോഡിയിൽ ഒരു 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 ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 24 hours ആണ് നമുക്കുള്ളത്. അതിലൊരു 8 hours എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. 8 hours എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു എന്റർടൈൻമെന്റ് കൈൻഡ് ഓഫ് കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ടാണ്. ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി 8 hours എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി റെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 8 hours ഒരു ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, എന്ത് ഫീൽഡിൽ നിൽക്കുന്നവരായിക്കോട്ടെ, നമ്മുടെ ബോഡിക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റെസ്റ്റ് കൊടുക്കണം. ഈ പറയുന്ന റെസ്റ്റ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ആ പറയുന്ന പെർട്ടിക്കുലർ ഫീൽഡിൽ അല്ലെങ്കിൽ ആ പറയുന്ന പെർട്ടിക്കുലർ കണ്ടീഷനിൽ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളൊരു ജോബ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ദി വെരി ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവർ ഒബ്വിയസ്ലി നമുക്കൊരു ജോബ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, റോൾ എന്താണ് എന്നൊക്കെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ സെയിം ജോലി തന്നെയാണ്, അവർ പറഞ്ഞ ജോലി തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടിയിരിക്കുന്ന അതേ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. എക്സ്ട്രാ അവർ ചെയ്യുന്ന വർക്ക് ചിലപ്പോൾ നമ്മുടെ സുപ്പീരിയേഴ്സിനൊക്കെ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ വർക്കുകളുണ്ട്, അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ആക്ച്വലി ഇരിക്കുന്നത്. ഇത് ഒരു ബേസിക് എത്തിക്സിന്റെ ഭാഗമാണ്. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന
ഒരു വിലയുടെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിയുള്ളവരുടെ ജോലികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജോബ് റോൾ എന്താണോ അതിനനുസരിച്ചുള്ള ജോലികൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് സാലറി തരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ കമ്പനിയുടെ കൾച്ചർ എന്താണ് എന്നുള്ളത് നോക്കുക. ചില കമ്പനികളിൽ നമുക്കറിയാം അവരുടെ ചില സ്റ്റാഫിന്റെ അടുത്ത് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാവും ഈ കമ്പനിയുടെ റൂൾ പ്രകാരം അല്ലെങ്കിൽ ഈ കമ്പനിയിലെ എംപ്ലോയീസ് എല്ലാം ചിലപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്താലും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു ഫിക്സ്ഡ് ജോബ് ടൈം ഉണ്ടാവും. ഏതൊരു കമ്പനിക്കാണെങ്കിലും ചിലപ്പോൾ ഒരു 9 to 5 അല്ലെങ്കിൽ ഒരു 9:30 to 5:30 അങ്ങനെയൊക്കെയുള്ള ടൈം ലിമിറ്റുകൾ എല്ലാ കമ്പനികളിലും തന്നെ ഉണ്ടാവും. പക്ഷെ ചില വർക്കുകളൊക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ടി വരും. ചില വർക്കുകളൊക്കെ ചില കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ജോലി ചെയ്യുന്ന അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ആ ജോലി ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. നമ്മളൊരു ജോബ് എന്ന് പറയുന്നത് നമുക്ക് ഏണിങ്സിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു സർവീസ് ആണ്. അങ്ങനെ ഒരു സർവീസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതർവൈസ് നിങ്ങൾ ഇതൊരു ജോബായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്ക് ഇതൊരു ജോബാണ് എങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ ടൈം എഫേർട്ട് ഇട്ട് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ജോലി അല്ലാണ്ട്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ജോബ് റോളിൽ പെട്ട ഒരു കാര്യമല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ യു വിൽ ബി ലൈക്ക് എ സ്ലേവ്, ദാറ്റ് ഫോർ ഷുവർ. നിങ്ങൾ ചെയ്യുന്നത് ഒരു സ്ലേവറി കൈൻഡ് ഓഫ് വർക്ക് ആയിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറിയെ കുറിച്ചും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രമാത്രം ആയിരിക്കുന്നത്. പലപ്പോഴും ചിലർ വിചാരിക്കുന്ന ചില ഫീൽഡ് വർക്കുകളൊക്കെ ചെയ്യുന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ വിചാരിച്ചത് ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷെ അത് കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ സാലറി വെച്ച് മീറ്റ് ചെയ്യേണ്ടി വരും എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ ദാറ്റ്. കാരണം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ കൂടെ നിങ്ങളുടെ സാലറിയും ആ വഴിക്ക് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല. നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഗ്രോത്തും ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. യു വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ആ രീതിക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. സാലറിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല കുട്ടികളും ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ നിയർലി 10,000 അല്ലെങ്കിൽ 15,000 വേണ്ടിയൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികൾ ഇന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് തികയുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാലറി ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് വേണ്ട ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കണം. ജോലി അത്യന്താപേക്ഷിതമാണ്, ശരിയാണ്. പക്ഷെ നിങ്ങളുടെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനെ തന്നെ വില കുറച്ച് കാണിക്കുന്ന രീതിയിൽ 5,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. ഇതുപോലെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ ഇഷ്ടംപോലെ കിട്ടും എന്നുള്ളത് കൊണ്ട് പലപ്പോഴും പല കമ്പനികളും പറയുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോവാം, കുഴപ്പമില്ല, ഇവിടെ ആരും നിങ്ങളെ തടയുന്നില്ല. ദേ വിൽ ഗെറ്റ് ന്യൂ, അല്ലെ, പുതിയ പുതിയ കുട്ടികളെ കിട്ടും. അവർക്ക് ചിലപ്പോൾ ആ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന പണി ആ കമ്പനിയിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ റീപ്ലേസ്ഡ് ആവും, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട് എങ്കിൽ യു ഷുഡ് ഗോ. നിങ്ങൾക്ക് മറ്റു ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ടാവും. അല്ലാണ്ട് ഈ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ലൈഫ് ലോങ് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റോ സാലറി ബേസോ ഒന്നും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ ഫ്രഷേഴ്സ് ആയിട്ട് കയറുന്ന ഓരോ ജോലിക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മീറ്റപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാലറി നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ വർക്കിന് വേണ്ടി പിന്നെ പോകാനായിട്ട് പാടില്ല. അങ്ങനെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ വിലയാണ് കുറച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഓഫീസ് ടൈമിൽ ചെയ്യാനുള്ളതാണ്. ഒരിക്കലും അതും കൊണ്ട് നിങ്ങൾ വീട്ടിൽ പോകാനായിട്ട് പാടില്ല. വീട്ടിലിരുന്ന് ആ വർക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ ജോലി ചെയ്ത് തീരുമാനിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് പേരുണ്ട്. നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ ആ ജോബ് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടാനില്ല. ജസ്റ്റ് പൈസ കിട്ടും എന്നതിനപ്പുറം ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവിതം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ജോബ് നിങ്ങളുടെ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഇത് ജോലിയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നുണ്ടോ എന്ന് കൂടി ഓർക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് നിങ്ങൾക്ക് ഒരു ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ഒരു അൺഎക്സ്പെക്ടഡ് ലീവ് എടുക്കേണ്ടി വന്നു,
ലീവ് എടുക്കേണ്ടി വന്നാലും ചിലർ ലീവിലാണെങ്കിൽ പോലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. ലീവിലാണെങ്കിൽ പോലും വർക്ക് റിലേറ്റഡ് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. ഇഫ് യു ആർ ഓൺ ലീവ്, നിങ്ങൾ അത് കംപ്ലീറ്റ്ലി ലീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതർവൈസ് നിങ്ങളുടെ ലൈഫിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പിൽക്കാലത്ത് മാറുകയും ചെയ്യും. പലപ്പോഴും പല ഫാമിലി ഇഷ്യൂസിലും നമ്മൾ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വീട്ടിൽ വന്നാലും ജോലി തീരില്ല, വീട്ടിൽ വന്നാൽ പോലും ജോലി തീരുന്നില്ല, കണ്ടിന്യൂസ്ലി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു ഫാമിലി ലൈഫ് ഇല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങളാണ്. അതൊരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കത് പറ്റിയ പണിയല്ല. നിങ്ങളെ കൊണ്ട് അവിടെ ജോബ് ഓഫീസിൽ വെച്ച് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വർക്ക് ലൈഫ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എന്നതിനാണ് അർത്ഥം. നിങ്ങളുടെ ജോബ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇഫ് നിങ്ങൾക്ക് 8 hours ആണ് വർക്കിംഗ് ടൈം എങ്കിൽ ആ 8 hours വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിൽ കൂടുതൽ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് പോയാൽ അത് ഫാമിലി മറ്റു ഇഷ്യൂസിന് കാരണമാകും. സോ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് നിങ്ങൾ ഒരു കമ്പനിയിൽ വരും, ഫസ്റ്റ് ഇയറിൽ നിങ്ങളൊരു ഫ്രഷർ ആയിട്ട് വരും, സെക്കൻഡ് ഇയറിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല, തേർഡ് ഇയർ ആയി, ഫോർത്ത് ഇയർ ആയി, ഫിഫ്ത്ത് ഇയർ ആയി പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ നിന്നത്, എവിടെയാണോ ഒരു സ്കൂൾ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ കമ്പനിയിൽ എൻ്റർ ചെയ്തത്, ആ ഒരു ഫേസിൽ തന്നെയാണ് നിങ്ങൾ ഇന്നും നിൽക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുള്ളത്. അങ്ങനെ ഒരു ജോബിലേക്ക് വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുത്. ഒരു 1 year അല്ലെങ്കിൽ 2 year അല്ലെങ്കിൽ 3 year ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടി, അവിടുന്ന് പ്രത്യേകിച്ച് വേറെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടാനില്ല എങ്കിൽ you should go and search for another opportunity. 3 years 4 years എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്ന മറ്റു കമ്പനികളുണ്ടാവും. യു ഷുഡ് ഗോ ആൻഡ് ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഒരിക്കലും എവിടെയും സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കരുത് അൺലെസ് യു ഗെറ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഓക്കെ. പക്ഷെ ഒരു ഗ്രോത്തും ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോബിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂട്ട് എന്ന് പറയുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് പറിച്ച് നടപ്പെടേണ്ടി വരുമായിരിക്കും, ചിലപ്പോൾ ഒരു ജോബിന് പേര്. അവിടെ ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന റൂം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ചിലപ്പം ആ ഒരു പർട്ടിക്കുലർ സ്ഥലവും അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവും തമ്മിൽ ചിലപ്പോൾ വൈഡ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും, ചിലപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ ചിലപ്പോൾ നല്ല ഡിസ്റ്റൻസിലുള്ള സ്ഥലത്തായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഈ രണ്ട് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയാണ്, അവൻ എപ്പോഴും കമ്മ്യൂണിറ്റീവായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ആവശ്യമാണ്. നിങ്ങളുടെ ഈ ഡിസ്റ്റൻസ് കാരണം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഒരു ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അത് നിങ്ങളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം കൂടുതൽ നിങ്ങളുടെ ലൈഫിലെ ടൈം മുഴുവൻ നിങ്ങൾ ട്രാവൽ ചെയ്താണ് തീർക്കുന്നത്. അതായത് ഇവിടുന്ന് ഓഫീസിലോട്ട് പോകുന്നു, ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നു, ഒരു 2 hours 3 hours ജേർണിയാണ്. ആ ജേർണി കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലേക്ക് വരുന്നു, അന്ന് കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പിന്നെ ജോലിക്ക് പോകുന്നു. ഈ ഒരു രീതിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പെട്ടെന്ന് ടയേർഡ് ആക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ബെറ്റർ യു ഷുഡ് സ്വിച്ച് ടു സം അതർ പ്ലേസ്. നിങ്ങൾക്ക് എവിടെയാണ് കംഫർട്ടബിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റുക, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അടുത്തൊരു നിയർ ബൈ ലൊക്കേഷൻ താമസിക്കാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ഒരു ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ താമസിക്കാം എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങളുടെ വർക്ക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ പലതായിരിക്കും. ചില ആളുകൾക്ക് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ചിലപ്പം അവർക്ക് ഭയങ്കര റിജിഡ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കൊളീഗ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് വൈബുള്ള കൊളീഗ്സ് ഇല്ല എങ്കിൽ, നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റോ കണക്ഷൻസോ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മടുക്കും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ജോബിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നമ്മൾ ഒരു പക്ഷേ സുപ്പീരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ സബോർഡിനേറ്റ് ആയിരിക്കാം. എന്ത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ റെസ്പെക്ട് കൊടുത്തതിന് ശേഷമേ അത് തിരിച്ചു കിട്ടൂ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ സബോർഡിനേറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ അവരെ ഭരിക്കാൻ ചെന്നാൽ ഒരിക്കലും എവിടെ നിന്നും ആരും റെസ്പെക്ട് തരത്തില്ല. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരെ കൂടെ നിന്ന് നിങ്ങളും ജോലി ചെയ്യുക. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രമേ മറ്റു കൊളീഗ്സ് നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയിരിക്കൂ.
അതർവൈസ് നിങ്ങൾക്ക് ആ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വേഴ്സ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു തോന്നൽ വരും. അതുകൊണ്ട് എപ്പോഴും ജോബ് കൾച്ചറിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ റെസ്പെക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് ലാസ്റ്റ് തിങ് ആണ്. അത് നമ്മുടെ ലൈഫുമായിട്ടുള്ള ഈ വർക്കിന്റെ അലൈൻമെന്റിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ ഈ പെർട്ടിക്കുലർ ജോബ് നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം നല്ല രീതിയിൽ നിങ്ങളെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്ക് ഈ ജോബിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാൻ പോയാൽ നിങ്ങൾ അതിൽ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണൂ. അതേസമയം കുറച്ച് കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് അത് വളരെ വളരെ എന്റർടൈനിങ് ആയിട്ട് തോന്നാറുണ്ട്. നിങ്ങൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർക്കൊക്കെ കുറച്ച് ടഫ് ജോലിയായിരിക്കും, പക്ഷെ അവരതിനെ ഭയങ്കര എൻജോയ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. അവരോട് നിങ്ങൾ ചെന്നേച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര അലച്ചിലില്ലാത്ത ജോലി വല്ലോ നോക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്കത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. കാരണം അവർ ആ ജോലിയെ എൻജോയ് ചെയ്യുന്നുണ്ട്, അവർ ആ ജോലിയെ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഓരോ വ്യക്തിയോട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ പർട്ടിക്കുലർ ജോബ് എത്രമാത്രം ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ആണെങ്കിലും എത്ര കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും ആ പർട്ടിക്കുലർ വ്യക്തി അത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് വേണം നമ്മൾ നോക്കാൻ. അപ്പം ഇങ്ങനെ എൻജോയബിൾ ആയിട്ട് ജോലി ചെയ്യാനായിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഫ്രഷേഴ്സ് ആയിട്ട് ആരെങ്കിലും ജോലിയിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഇതുപോലെ ബുദ്ധിമുട്ടിയാണ് ജോലിയുമായിട്ട് പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലി ലൈഫുമായിട്ട് ഒരു സിങ്ക് ഇല്ല, നിങ്ങളുടെ വർക്ക് ലൈഫും പിന്നെ വർക്ക് ആൻഡ് ലൈഫ് എന്നുള്ള ബാലൻസ് ഒന്നും പ്രോപ്പർ അല്ല എങ്കിൽ യു ഹാവ് ദി റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഇറ്റ് പ്രോപ്പർ. നമ്മളെ നോക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ടുള്ള മിഷൻ വേറെ എവിടെയുമല്ല, നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമുക്കൊരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ അതിന്റെ സൊല്യൂഷൻ നമ്മളിൽ തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങളുടെ വർക്ക് ലൈഫ് റിലേറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൽ ചെന്ന് മര്യാദയ്ക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ജോബാണ് എങ്കിൽ യു ഷുഡ് സെർച്ച് ഫോർ അനദർ ജോബ്. ഒരിക്കലും അവിടെ നിന്ന് സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യാതിരിക്കുക. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് സ്പോട്ട്ലൈറ്റിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.